കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ദൈവവചന ഭാഗം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം എന്റെ 1, 2, 3 വാക്യങ്ങൾ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുണ്ടിരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതത്തോട് സദൃശ്യമായൊരു മഴവില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് അനവധി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിലും എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് കടന്നുപോയ സമയത്തിന്റെ പരിമിതികളുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ഒരു ആത്മീയ അനുഭവം, ഒരു ആത്മീയ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഈ വചനത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് ചിന്തയിലേക്ക് വരികയും ചെയ്യാം. നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ ദൈവം കൊടുത്ത ഒരു സ്വർഗീയ ദർശനമാണ് നാം വായിച്ചു കേട്ട ദൈവവചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ എന്താണ്? സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. സിംഹാസനം. ഇന്ന് ഭൂമിയിൽ അനേക സിംഹാസനങ്ങളുണ്ട്. ഭൂമിയിൽ അനവധി സിംഹാസനങ്ങളുണ്ട്. ഓരോ രാജ്യത്തിനും സിംഹാസനങ്ങളുണ്ട്, ഓരോ സംസ്ഥാനത്തിനും സിംഹാസനമുണ്ട്, ഓരോ ജില്ലയ്ക്കായാലും ഗ്രാമങ്ങൾക്കായിരുന്നാലും എല്ലാ മേഖലകളിലും സിംഹാസനങ്ങളുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും അധികാരപരമായിട്ടും അല്ലെങ്കിൽ മതപരമായിട്ടും എല്ലാം അവർക്കും സിംഹാസനങ്ങളുണ്ട്. ചിലർക്ക് പാരമ്പര്യമായ സിംഹാസനങ്ങളുണ്ട്. ചിലർ സ്വയം ദൈവങ്ങളായി സിംഹാസനത്തിൽ ഇരുന്നവരൊക്കെ ഉണ്ട്, ഇന്നും ഇരിക്കുന്നവരുമുണ്ട്. ഹല്ലേലൂയ. അനവധി സിംഹാസനങ്ങളുണ്ട്. അപ്പൊ തന്നെ സാത്താൻ ഒരു സിംഹാസനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അനവധി സിംഹാസനങ്ങളിൽ ഭൂമിയിൽ വിവിധ നിലകളിൽ വിവിധ സാഹചര്യങ്ങളിൽ ഇരിക്കുമ്പോഴാണ് അതെല്ലാ രാജ്യങ്ങളിലുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന് നടുവിലാണ് പത്മോസിന്റെ ഏകാന്തതയിൽ വെച്ച് യോഹന്നാൻ ഒരു സ്വർഗ ദർശനം കണ്ടത്. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു, സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നത് കണ്ടു. അത് ഭൂമിയിലുള്ള സകല സിംഹാസനങ്ങളും ദ്രവിച്ചു പോകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലുള്ള സകല സിംഹാസനങ്ങളും ദ്രവിച്ചു പോകുന്നതാണ്, മണ്ണോട് മണ്ണായി തീരും. മാത്രമല്ല, ഭൂമിയിലുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവരെല്ലാം മണ്ണിനോട് ചേരുന്നവരാണ്. ഹല്ലേലൂയ. ഭൂമിയിലുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ സമയപരിധി, കാലപരിധിയുണ്ട്, ദൈർഘ്യമുണ്ട്. ഒരു പരിധി വരെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ അടുത്ത ആള് വന്നിരിക്കും. അപ്പൊ ഭൂമിയിലെ സിംഹാസനവും അതിലിരിക്കുന്നവരും ഒന്നും ശാശ്വതമല്ല, നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട സിംഹാസനത്തിൽ ഇരിക്കുന്നവരായിരുന്നാലും സിംഹാസനമായിരുന്നാലും ഒന്നും ശാശ്വതമല്ല. അങ്ങനെ ഒരുപാട് സിംഹാസനങ്ങൾ ഭൂമിയിൽ ഉള്ളപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു പത്മോസിൽ ആയിരിക്കുന്ന യോഹന്നാന് ഒരു ദർശനം കൊടുത്തിട്ട് പറയുന്നത്, സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു, സിംഹാസനം ഒരു ഇരിക്കുന്നതും. യേശു യോഹന്നാനെ കാണിച്ചിട്ട് പറയുകയാണ്, ഭൂമിയിലുള്ളതെല്ലാം ദ്രവിച്ച് മണ്ണോട് മണ്ണായി തീർന്നാലും യോഹന്നാൻ, നീ കണ്ട സിംഹാസനം ഒരിക്കലും ദ്രവിക്കുന്നതല്ല, മണ്ണോട് മണ്ണായി ചേരുന്നതല്ല. സിംഹാസനത്തിരിക്കുന്ന ഒരുവൻ ഒരിക്കലും മരിക്കുന്നവനല്ല, അവൻ ഒരിക്കലും മരിച്ച് മണ്ണായി തീരുന്നവനല്ല. ഇത് സ്ഥിരമായ സിംഹാസനമാണ്. ഇതിലിരിക്കുന്നവനും സ്ഥിരമായിരിക്കുന്നവനാണ്. അങ്ങനെ ഒരിക്കലും മാറ്റമില്ലാത്ത സിംഹാസനം എന്ന് പറയുന്നത്, സിംഹാസനത്തിലിരിക്കുന്നവനും മാറ്റമില്ലാത്തത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവൻ മരണത്തെ ജയിച്ചവന്, മരണത്തെയും പാതാളത്തെയും ജയിച്ച് സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന സിംഹാസനത്തിൽ, ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. നിങ്ങൾ തിരിച്ചറിയണം. ഭൂമിയിലെ സിംഹാസനങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ,
ഏതെങ്കിലും സിംഹാസനങ്ങൾ സ്ഥിരമായി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ചിലരൊക്കെ ഇരിക്കാൻ ശ്രമിച്ചാലും ആ സിംഹാസനമൊക്കെ ആ മനുഷ്യന്റെ മരണത്തോടു കൂടി പോകും. മരണം വരെയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഭൂമിയിലെ സിംഹാസനം കണ്ട് നീ അതിന്റെ പിന്നാലെ പോകരുത്. ഭൂമിയിലെ സിംഹാസനം കണ്ട് അതിലിരിക്കുന്നവനെ കണ്ടിട്ട് നീ അവന്റെ പിന്നാലെ പോയാൽ നീ പരാജയപ്പെട്ടു പോകും. പലരും ഭൂമിയിലെ സിംഹാസനം കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോയി പലരും പരാജയപ്പെട്ടു പോയി ദുഃഖിതരായി മാറി. എന്നാൽ യഥാർത്ഥത്തിൽ യോഹന്നാൻ കണ്ടതുപോലെയുള്ള ദർശനം കാണുന്നവൻ, യോഹന്നാൻ കണ്ടതുപോലെ ദർശനം കാണാൻ ആഗ്രഹിക്കുന്നവരെ, ദൈവം ഈ സ്വർഗത്തിൽ സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവരിയ്ക്കുന്നതും യോഹന്നാൻ കണ്ടതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും, വ്യക്തം ചെയ്യും. അപ്പൊ നിങ്ങൾ ഒരിക്കലും തകർന്നു പോകുന്ന, മാറിപ്പോകുന്ന, ദ്രവിച്ചു പോകുന്ന, പുഴുവരിക്കുന്ന, ചിതലരിച്ചു പോകുന്ന അല്ലേരിയ സിംഹാസനത്തെയും അതിലിരിക്കുന്നവനെയും കണ്ട് നിങ്ങൾ അവന്റെ മുമ്പിൽ കുമ്പിടരുത്. പ്രൈസലോ. ഒറ്റ സിംഹാസനമേ ഉള്ളൂ. ഈ ലോകത്തിൽ എടുത്തു പറയുവാൻ, പ്രസംഗിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു സിംഹാസനം എന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്ന സ്വർഗീയ സിംഹാസനമാണ്. ആ സിംഹാസനത്തിൽ ഇരിക്കുവാൻ യോഗ്യനായവൻ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. പാപമില്ലാത്തവൻ, ഹല്ലേലൂയ. ശാപമില്ലാത്തവൻ, ലോകപ്രകാരം ജനിക്കാത്തവൻ, ഹല്ലേലൂയ. മണ്ണിൽ നിന്നല്ലാത്തവൻ, ഹല്ലേലൂയ. ഇതെല്ലാം യേശുവിന് അർഹതപ്പെട്ടതാണ്. പ്രൈസ്. ഇവിടെ വെളിപ്പാട് പുസ്തകം 4-1 വാക്യം വായിക്കുമ്പോൾ അനന്തര സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ അനന്തരം എന്ന വാക്കോടുകൂടി ഈ ഭാഗം ആരംഭിക്കുക. 2-3 അധ്യായങ്ങളിൽ വിവരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം എന്ന് സാരം. ഇനിയും പ്രദർശന രംഗം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറുക. സ്വർഗം തുറന്നിരിക്കുന്നതാണ് ഇവിടെ യോഹന്നാൻ കണ്ടത്. ഹല്ലേലൂയ. 1, 2, 3 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഭൂമിയിലെ പല കാര്യങ്ങളും പറഞ്ഞിട്ട്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, മുമ്പും പല പ്രാവശ്യം സ്വർഗം തുറന്നിരിക്കുന്നത് ഭക്തന്മാർ കണ്ടിട്ടുണ്ട്. അതിനുള്ള ബന്ധത്തിൽ നമുക്കറിയാം. യെഹെസ്കേൽ പ്രവാചകൻ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടുവെന്ന് യെഹെസ്കേലിന്റെ പുസ്തകം 1:1 വായിക്കുന്നുണ്ട്. അല്ലേ? കർത്താവ് യേശുക്രിസ്തു സ്നാന സമയത്തും സ്വർഗം തുറന്നുവെന്ന് മത്തായി സുവിശേഷം 3:16-17 വാക്യങ്ങൾ വായിച്ച് കാണാൻ കഴിയും. സ്തേഫാനോസിന്റെ മരണത്തോടുകൂടി സ്തേഫാനോസിനുള്ള ബന്ധത്തിലും അപ്പോസ്തലപ്രവൃത്തി 7:56. അപ്പൊ സ്തേഫാനോസിനുള്ള ബന്ധത്തിലും സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. അല്ലേ? ഇവിടെ യോഹന്നാനും കാണുകയാണ്. ഹല്ലേലൂയ. മാത്രമല്ല, കാലാകാലങ്ങളിൽ ദൈവം സ്വർഗം തുറന്ന് സ്വർഗീയ മഹത്വം വെളിപ്പെടുത്തി കൊടുത്ത്, കാലാകാലങ്ങളിൽ ദൈവം സ്വർഗം തുറന്ന് സ്വർഗീയ കൃപകൾ നൽകി അനവധി ഭക്തന്മാരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അവരെ ദൈവത്തിനുവേണ്ടി പ്രയോജനപ്പെടുത്തിയ അനവധി ആളുകളുടെ സാക്ഷ്യം നമുക്ക് വായിക്കുവാൻ കഴിയും, പലരും നമ്മൾ കേൾക്കുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദരനേ, യോഹന്നാനെ പോലെ യഥാർത്ഥമായി വിശുദ്ധിയോടെ ദൈവസൻ നിൽക്കുന്നുവെങ്കിൽ ആമീൻ, കഴിഞ്ഞ കാലങ്ങളിൽ ഭക്തന്മാർക്ക് സ്വർഗം തുറന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി കാണിച്ചതുപോലെ ദൈവം നിന്നെ കാണിപ്പാൻ ആഗ്രഹിക്കുക. ആ സ്വർഗീയ ദർശനങ്ങളെ നിനക്ക് തരാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഭൂമിയിലിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ പിന്നാലെ പോയാൽ ഒരു ദർശനം നിനക്ക് കിട്ടത്തില്ല. എന്നാൽ സ്വർഗത്തിലിരിക്കുന്ന സിംഹാസനം, ആ സിംഹാസനത്തിൽ ഒരു ഇരിക്കുന്നതും അത് യോഹന്നാൻ കണ്ടതുപോലെ നീ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ദൈവമാണ് സ്വർഗീയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുക. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. പൗലോസ് ഹല്ലേലൂയ പറയുന്നതും, ഹല്ലേലൂയ, 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 2-4 വാക്യങ്ങൾ വായിച്ചാലും നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാരണം ഞാൻ വായിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 1 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു.
ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ഹല്ലേലൂയ. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടുകയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ ഞാൻ കേട്ടുവെന്ന് ഹല്ലേലൂയ ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന ഹല്ലേലൂയ പൗലോസും പറയുക. ഹല്ലേലൂയ. അപ്പം ദൈവം തന്റെ ഭക്തന്മാർക്ക് കാലാകാലങ്ങളിൽ സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗ ദർശനങ്ങളെ കൊടുക്കുന്നതും വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തി തരുമ്പോൾ ആദിമ സഭയോടുള്ള ബന്ധത്തിൽ ഈ ഒരു അനുഭവം അന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാലങ്ങൾ മാറി വന്നപ്പോൾ, സമയങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ദിവസങ്ങൾ മാറുമ്പോൾ, ഹല്ലേലൂയ, സംസ്കാരങ്ങൾ മാറുമ്പോൾ, മനുഷ്യന്റെ രീതി മാറുമ്പോൾ, ജീവിതം മാറുമ്പോൾ, സ്വഭാവം മാറുമ്പോൾ, ഇന്നത്തെ സംസ്കാരത്തിനനുസരിച്ച് ആമീൻ ജനം ജീവിച്ചു തുടങ്ങിയപ്പോൾ സ്വർഗീയ ആമീൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം പലർക്കും നഷ്ടപ്പെട്ടു പോയി. ഇതിനേറെ സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. ലോകക്കാരെക്കാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആമീൻ ദൈവസഭകൾക്ക് ദർശനം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ദൈവസഭകൾക്ക് ദർശനം നഷ്ടപ്പെട്ടിട്ട് ഭൂമിയിലുള്ള സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവരെ ഉയർത്തുകയും അവരെ ഉയർത്തി പ്രസംഗിക്കുകയും അവരുടെ പോക്കറ്റ് മണി മേടിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവസഭ മാറിക്കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് ഏതെങ്കിലും മീറ്റിംഗിൽ നിങ്ങൾ ചെന്നാൽ, ഏതെങ്കിലും കൺവെൻഷനുകൾക്കകത്ത് നിങ്ങൾ ചെന്നാൽ, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവിടെ ഒരു മെസ്സേജ് കിട്ടിയാൽ മതി. അവിടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ സ്റ്റേജിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ആമീൻ നിങ്ങൾ ആ കിട്ടിയ സമയം കണ്ട് ആ സ്റ്റേജിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ ഉയർത്തി നിങ്ങൾക്ക് തന്ന സമയം നഷ്ടപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്നത്തെ കൺവെൻഷന് പോയാലും മീറ്റിങ്ങിന് പോയാലും നമ്മൾ കൺവെൻഷനിൽ ആരും ഒരാളെ വിളിച്ചാലും ഒരു യോഗത്തിന് ഒരാളെ വിളിച്ചാലും ആ വ്യക്തി വന്നാൽ ഉടൻ ഭൂമിയിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ ഉയർത്തുകയാണ്. യേശുവിനെ ഉയർത്താൻ അവർക്ക് കഴിയില്ല. കാരണം ഭൂമിയിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ ഉയർത്തിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും നേട്ടമുള്ളൂ, വരുമാനമുള്ളൂ. അതുകൊണ്ട് അതവർ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ യോഹന്നാനെ കണ്ടുപിടിച്ചാട്ട് ഭൂമിയിലുള്ള ഒരു സിംഹാസനത്തെക്കുറിച്ച് യോഹന്നാന് പറയുവാനില്ല. ഭൂമിയിലുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ കുറിച്ച് യോഹന്നാന് പറയുവാനില്ല. യോഹന്നാന് പറയുവാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു, സിംഹാസനത്തിൽ ഒരു ഇരിക്കുന്നതും ഹല്ലേലൂയ ഇരിക്കുന്നതും ഞാൻ കണ്ടുവന്നു. അതെ, യോഹന്നാന് പറയാൻ അത് മാത്രമേ ഉള്ളൂ. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സ്തോത്രാവേ, ഭൂമിയിലെ സിംഹാസനത്തിന്റെ പിന്നാലെ നീ പോയി പരാജയപ്പെട്ട് അല്ലെ നീ ദുഃഖത്തിന്റെ കരിനിലൂടെ കടന്നു പോവുകയാണോ? ഇനിയെങ്കിലും നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അല്ലേ? അപ്പം ഭൂമിയിൽ അനേക സിംഹാസനങ്ങളുണ്ട്. ദാവീദിന്റെ സിംഹാസനത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ അധികമായി നമുക്ക് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. ശലോമോൻ തനിക്കായി ആഡംബരമായ ഒരു സിംഹാസനം ഒരുക്കി എന്നുള്ളത് ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. ശലോമോൻ തനിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ആമീൻ സിംഹാസനം ഒരുക്കി. അതിനെക്കുറിച്ച് 2 ദിനവൃത്താന്ത പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 18-19 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സിംഹാസനത്തോട് ചേർത്തുറപ്പിച്ചതായി 6 ഭദ്രവും പൊന്നുകൊണ്ട് ഒരു പാദപീഠവും ഉണ്ടായിരുന്നു. ഇരിപ്പിടത്തിന്റെ ഇരുഭാഗത്തും ഓരോ കൈത്താങ്ങലരികെ നിൽക്കുന്ന 2 സിംഹവും ഉണ്ടായിരുന്നു. 6 പതനത്തിൽ ഇപ്പുറത്തും അപ്പുറത്തുമായി 12 സിംഹം നിന്നിരുന്നു. ഒരു രാജ്യത്തും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് അല്ലെ ശലോമോൻ തനിക്ക് വേണ്ടി ഒരുക്കിയ സിംഹാസനത്തെ കുറിച്ചും വിശുദ്ധ വേദപുസ്തകം പറയുക. അല്ലേ? ശലോമോൻ തനിക്ക് വേണ്ടി ഇത്രമാത്രം വലിയ ആഡംബരമായി ഇത്രമാത്രം അന്നത്തെ രീതിക്ക് ഒരു സിംഹാസനം പണിതെങ്കിൽ ആ സിംഹാസനം ഇന്ന് ഭൂമിയിലില്ല കേട്ടോ. ഹല്ലേലൂയ. അതെല്ലാം ഇവിടെ നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഒറ്റ സിംഹാസനമേ ഉള്ളൂ. സിംഹാസനത്തിലിരിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒറ്റ സിംഹാസനമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന സിംഹാസനമാണ്. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവന് അത് യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നേകതയെ ആമീൻ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്ന സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. ഈ ഇരിക്കുന്നവന്റെ സൗന്ദര്യമാണ് നമ്മൾ കാണേണ്ടത്. ഇരിക്കുന്നവനെ കുറിച്ചും ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ, സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരകതത്തോട് സദൃശ്യമായ മഴവില്ല്,
ഇപ്പൊ സിംഹാസനം ഇരിക്കുന്നത് കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദസ്യനാണ്. നമ്മുടെ ദൈവം 10,000-ങ്ങളിൽ സുന്ദരനാണ്, വെണ്മയും ചുവപ്പുള്ളവനാണ്. ഈ കാണുന്ന ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് ഈ ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന സർവ്വജ്ഞാനിയായ സർവ്വവ്യാപിയായ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. അവരെക്കുറിച്ച് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദസ്യനായിരിക്കുന്നവൻ. ഉത്തമഗീതം 5:10 വായിക്കുമ്പോൾ കാണുന്നത് നമ്മുടെ പ്രിയ വേണ്മയും ചുമപ്പുള്ളവൻ, 10,000-ങ്ങളിൽ സുന്ദരൻ, 10,000 അത് ശ്രേഷ്ഠൻ എന്നൊക്കെ അവിടെ വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. അവൻ പവിത്രനാണ്, നിർദോഷമാണ്, പാപികളിൽ നിന്ന് വേർപെട്ടവനാണ്, സ്വർഗത്തെക്കാൾ ഉന്നതനാണ്. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കല്ലറകൾക്ക് ഒതുക്കുവാൻ കഴിയാത്തവൻ, കല്ലറ ഒതുക്കുവാൻ നോക്കിയപ്പോഴും, നിയമങ്ങൾ ഒതുക്കുവാൻ നോക്കിയപ്പോഴും, റോമൻ സൈന്യം ഒതുക്കാൻ നോക്കിയപ്പോഴും, അന്നത്തെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശരും സദുക്കുന്ന ജനക്കൂട്ടം മുഴുവൻ യേശുവിനെ ഒതുക്കാൻ നോക്കി കല്ലറയ്ക്കകത്ത്. ഹല്ലേലൂയ. കല്ലറയ്ക്കകത്ത് ഒതുങ്ങാത്തവൻ, കല്ലറയെ ഭേദിച്ച് പുറത്തു വന്നവൻ. ഹല്ലേലൂയ. ആമേൻ. 40 നാളെ ശിഷ്യന്മാർക്ക് വ്യത്യസ്തമായി സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സാദൃശ്യമുള്ളവൻ, വെണ്മയും ചുമപ്പുള്ളവൻ, 10,000-ങ്ങളിൽ സുന്ദരനായിരിക്കുന്ന യേശുവിനെ നിന്റെ ഹൃദയത്തിനകത്ത് നീ സ്വീകരിക്കണം കേട്ടോ. ഹല്ലേലൂയ. ആ യേശുവിനായിരിക്കട്ടെ നിന്റെ ഹൃദയ സിംഹാസനത്തിൽ സ്ഥാനം കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിലായിരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ലോകത്തിന്റെ മാലിന്യങ്ങൾ ഇരിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ലോകത്തിൽ ദ്രവിച്ചു പോകുന്നതൊന്നും ഇരിക്കരുത്. ഒരിക്കലും ദ്രവത്വമില്ലാത്ത, ദ്രവിച്ചു പോകാത്ത, നിത്യമായ, അനാദിയും ശാശ്വതവാസിയുമായിരിക്കുന്നവൻ, അൽഫയും ഒമേഗയുമായിരിക്കുന്ന, ഹല്ലേലൂയ, ആദ്യനും അന്ത്യനുമായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമായിരിക്കണം. നിന്റെ വീണ്ടെടുപ്പുകാരൻ, രക്ഷകൻ, നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ, അവസാനത്തോടെ രക്തം വരെ തന്നവൻ, നിന്റെ പാപത്തിന് പരിഹാരം തന്നവൻ, നിനക്ക് സമാധാനം തരുന്നവൻ, ഒരു പ്രത്യാശ തരുന്നവൻ, നിനക്ക് നിത്യത്തിലേക്ക് വഴിയൊരുക്കുന്നവൻ, വഴിയും സത്യം ജീവനമായിരിക്കുന്ന യേശു ക്രിസ്തുവിന് മാത്രമേ നിന്റെ ഹൃദയ സിംഹാസനത്തിൽ ഇരിപ്പാൻ നീ അവസരം കൊടുക്കാവൂ. രക്തം ചെയ്യും. അവൻ മാത്രമായിരിക്കണം നിന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിലിരിക്കുന്നത്. ഇന്നത്തെ ആളുകളോട് നമ്മൾ സംസാരിച്ചാൽ അവർ പറയുന്നത് അവരുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ കുറിച്ച് പലരും പറയും. പല ആളുകളോടും സംസാരിക്കും ഇന്ന് അവരുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ. ഇവിടുത്തെ സിനിമാ താരങ്ങളും കോമഡി സീരിയൽ റിയാലിറ്റി ഷോയിൽ അഭിനയിക്കുന്ന താരങ്ങൾ അവരുടെ ഹൃദയ സിംഹാസനത്തിൽ. പലരോടും ചോദിച്ചാൽ ഈ ലോകത്തിലെ കായിക താരങ്ങളുടെ ഹൃദയ സിംഹാസനത്തിലിരിക്കുക. പലരോടും ചോദിച്ചാൽ ലോകത്തിന്റെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ മത നേതാക്കന്മാരും മത തീവ്രവാദ ഭീകരവാദ വർഗീയതയുടെ അതിൽ നിൽക്കുന്നവരൊക്കെ അവരുടെ ഹൃദയ സിംഹാസനത്തിലിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, ഈ ലോകത്തിന് വേണ്ടി നിന്റെ ഹൃദയ സിംഹാസനം വിട്ടുകൊടുക്കരുത്. പത്മോസിന്റെ ഏകാന്തതയിലായിരുന്നെങ്കിലും യോഹന്നാനെ ദൈവം സ്വർഗ്ഗ ദർശനം കാണിച്ചു കൊടുത്തിട്ട് യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ നിന്റെ ഹൃദയ സിംഹാസനത്തിൽ ലോകത്തിൽ ആരും പ്രവേശിക്കരുത്. നിന്റെ ഹൃദയ സിംഹാസനം എനിക്ക് വേണ്ടി നീ ഒരുക്കണം. നിന്റെ ഹൃദയ സിംഹാസനത്തിൽ ഞാനാണ് ഇരിക്കുന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണം. അതുകൊണ്ട് എന്റെ സിംഹാസനത്തെ കുറിച്ച് നിനക്കൊരു ദർശനം തരിക. ഹല്ലേലൂയ. ആ ദർശനമാണ് നമ്മൾ വായിച്ചു വരണം. ഹല്ലേലൂയ, സ്തോത്രം. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ സിംഹാസനം വെച്ചിരിക്കുന്ന സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നത് കണ്ടു. അനുദിന ജീവിതത്തിൽ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യമുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ നീ കാണുവാൻ കഴിയട്ടെ. ആ ദർശനം നിനക്ക് ഉണ്ടാകട്ടെ. നിന്റെ ഹൃദയത്തിൽ സിംഹാസനത്തിൽ യേശു ഉണ്ടെന്ന് നിനക്ക് തിരിച്ചറിവുണ്ടാകണം. ഹൃദയ സിംഹാസനത്തിൽ യേശു കൊണ്ട് തിരിച്ചറിവുണ്ടാകണം. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിന്റെ ഹൃദയ സിംഹാസനത്തിൽ യേശു ഇല്ലാതെ പോയതാണ്. സ്വർഗ സിംഹാസനത്തിലിരിക്കുന്ന ആ യേശുവിനെ നീ അറിയാതെ പോയതാണ് ഇന്ന് നിന്റെ പരാജയം മുഴുവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പരാജയത്തിന്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന, പരാജയ ഭീതിയിൽ വീണ് കിടക്കുന്ന, പരാജയത്തെ കണ്ടുകൊണ്ട് ഭാരപ്പെട്ട് ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജീവിക്കും, നാളെ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രഭാതത്തിൽ പറയുവാനുള്ള ദൂത്, ഈ 2025 ജനുവരി മാസം തീരാൻ പോകുമ്പോൾ നീ എടുത്ത തീരുമാനങ്ങളൊന്നും മാറിപ്പോകാതെ ഹൃദയ സിംഹാസനത്തിൽ യേശുവിനെ നിത്യമായിട്ട് കൂടി ഇരുത്തണം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ താൽക്കാലികമായി ഒന്നിനു വേണ്ടിയിട്ട് നീ ഓടരുത്. ചിലരുടെ ഹൃദയ സിംഹാസനത്തിൽ പണമാണ്, പണം ദിവ്യാഗ്രഹമാണ്. അത് നിന്റെ ഹൃദയ സിംഹാസന ദിവ്യാഗ്രഹം വളരരുത്. ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. അത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ട് എഴുന്നു പോയിന്ന് നമ്മൾ തിമോഥെയോസ് ലേഖനം 6:10 വായിക്കുന്നുണ്ട്. 1 തിമോഥെയോസ് 6:10. പലർക്കും
അല്ലെങ്കിൽ ഹൃദയത്തിന്റെ സിംഹാസനത്തിനകത്ത് ദിവ്യാഗ്രഹമാണ്. പലരുടെ ഹൃദയ സിംഹാസനത്തെ അശ്ലീലമായ ജീവിത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് പകൽ അല്ലേലൂയ, യോഹന്നാനെ പോലെ നിർമ്മല ഹൃദയത്തോടെ, നിഷ്കളങ്ക ഹൃദയത്തോടെ, സത്യസന്ധമായ ഹൃദയത്തോടെ, ശുദ്ധ ഹൃദയത്തോടെ, പരമാർത്ഥ ഹൃദയത്തോടെ നിന്റെ ഹൃദയ സിംഹാസനം യേശുവിന് കൊടുക്കുന്നെങ്കിൽ യോഹന്നാൻ ആത്മവിവശനായി പോലെ ദൈവം നിന്റെ ആത്മാവിവശന ചെയ്ത് സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന സിംഹാസനം കാണുവാൻ കഴിയും. അതെ, കഷ്ടതകൾ കടന്നു വന്നപ്പോൾ, പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിന്നപ്പോൾ, മരണം തന്റെ മുമ്പിൽ വന്നപ്പോൾ രക്തസാക്ഷിയായി മാറുമെന്ന് സ്തെഫാനോസിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ സ്തെഫാനോസിന്റെ മുമ്പിൽ സ്വർഗം തുറന്നു കഴിഞ്ഞപ്പോൾ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, സ്തെഫാനോസിനെ പോലെ, എസ്കേലിനെ പോലെ, പൗലോസിനെ പോലെ, യോഹന്നാനെ പോലെ ആ സ്വർഗസിംഹാസനത്തെ കുറിച്ച് ദർശനം നിനക്കുണ്ടാകട്ടെ. വ്യക്തം ചെയ്യും. അപ്പൊ സ്വർഗസിംഹാസനത്തെ കുറിച്ച് ദർശനം നിനക്കുണ്ടെങ്കിൽ നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. അല്ലേ? നമ്മളൊക്കെ ഈ ലോകപ്രകാരം ജീവിച്ചവരല്ലേ, ലോകപ്രകാരം ജീവിച്ചു പോന്നവരാ. അങ്ങനെ ലോകപ്രകാരം ജീവിച്ചു പോന്ന നമുക്ക് ഒരുപാട് സിംഹാസനങ്ങളെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ലോകപ്രകാരമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവരൊക്കെ അവരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അവിടെ രൂപം മാറും, ഭാവം മാറും, അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറും. അല്ലേലൂയ, അടുത്ത് നമ്മൾ സഹകരിക്കുന്നവരായിരുന്നു, അടുത്ത് ഇടപഴകുന്നവരായിരുന്നാലും അവർ സിംഹാസനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും. ഉദാഹരണം ഞാൻ പറയട്ടെ, ഈ സർക്കാർ ജീവനക്കാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നേരത്തെ നിങ്ങളോട് കൂടെ നടന്ന് അടിച്ച് കളിച്ച് ജീവിച്ച്, നിങ്ങളോട് തിന്നു കുടിച്ചുമൊക്കെ നടന്ന്, നിങ്ങളോട് ഉല്ലസിച്ച് കളിച്ചുമൊക്കെ നടന്ന ചിലർക്കൊക്കെ, എല്ലാവരും അല്ല, ചിലർക്കൊക്കെ ഈ സർക്കാരിന്റെ ഏതെങ്കിലും ജോലി കിട്ടി ആ സർക്കാരിന്റെ സീറ്റിൽ ചെന്നിരുന്ന, ആ സിംഹാസനം ചെന്നു കഴിഞ്ഞാൽ അവരുടെ കഴിഞ്ഞ കാലത്ത് എല്ലാം മുഴുവൻ മറന്നു പോകുന്നു, എല്ലാം മറന്നു. അങ്ങനെ പറയാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. എനിക്കറിയാം, അനവധി ആളുകൾ വീണുപോയി. അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ചിലരെ ഒക്കെ ദൈവം നല്ല ഉന്നത പദവിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ, അവർക്ക് നല്ല സിംഹാസനം കെട്ടിക്കഴിഞ്ഞപ്പോൾ മുമ്പുള്ള കാര്യങ്ങളെ മറന്ന് അഹങ്കരിച്ചുകൊണ്ട് പലർക്കും സിംഹാസനം നഷ്ടപ്പെട്ടു പോയി. എന്റെ ചെറുപ്രായം തൊട്ട്, എന്റെ ചെറുപ്രായം ഞാൻ വിശ്വാസത്തിൽ വരുന്ന മുമ്പ് തൊട്ട് അങ്ങനെ പലരെ എനിക്ക് കാണാൻ കഴിയും. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ ഹൃദയ സിംഹാസനത്തിനകത്ത് യേശു ഉണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയ സിംഹാസനത്തിനകത്ത് യേശുവാണ് വസിക്കുന്നതെങ്കിൽ, നമ്മൾ ഈ ലോകത്തിൽ അഹങ്കരിക്കാതെ നിഗളിക്കാതെ നിൽക്കുന്നെങ്കിൽ, അല്ലേലിയ, ദൈവം നമ്മളിലൂടെ നിന്നിലൂടെ ചില അത്ഭുതങ്ങൾ ചെയ്യും. അല്ലേലിയ. അപ്പൊ നിന്റെ ഹൃദയ സിംഹാസനം എന്ന് പറയുന്നത് ദൈവത്തിന് വിട്ടുകൊടുക്കണം. അല്ലേലിയ. അപ്പൊ ഇവിടെ അല്ലേലിയ, സ്തോത്രം, അല്ലേലിയ, ദാവീദിന്റെ സിംഹാസനത്തെ കുറിച്ച് പറയുന്നു, ശലോമോന്റെ സിംഹാസനത്തെ കുറിച്ച് പറയുന്നു. അല്ലേലിയ, സ്തോത്രം, അല്ലേലിയ. ഇവിടെ അല്ലേലിയ, സിംഹാസനം എന്നത് സിംഹം അഥവാ ആസനം എന്നാണ് അതിന്റെ കൂട്ടെഴുത്തെന്ന് പറയുന്നത്. സിംഹാസനം എന്ന് പറഞ്ഞാൽ സിംഹം അഥവാ സിംഹം പ്ലസ് അല്ലേലിയ ആസനം എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടെഴുത്ത സിംഹാസനം. അല്ലേലിയ. അപ്പം സ്തോത്രം, വീരധീരരായി യുദ്ധം ചെയ്ത ശത്രുക്കളെ തോൽപ്പിച്ച് വിജയശൈലായുധനായി ഭരണവും അധികാരമുള്ളവൻ രാജസിംഹാസനത്തിലിരിക്കും. അല്ലേലിയ. നമുക്കറിയാം, പലരും വീരധീരരായി വീരശൂര പരാക്രമികളായി ശത്രു സൈന്യത്തോട് യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ വിജയിച്ച് ശ്രീലാളിതനായി വരുന്നവർക്ക് മുമ്പ് കാലങ്ങളിൽ അല്ലേലിയ സിംഹാസനം കൊടുത്തിരുന്നു. അല്ലേലിയ. ആ സിംഹാസനത്തിൽ മറ്റാർക്കും ഇരിക്കാൻ കഴിയില്ല. അതൊരു ദേശത്തിന്റെ ഭരണത്തിന്റെ ആസ്ഥാനമാണ്. അങ്ങനെ വിജയശ്രീലാളിനായി വരുന്നവർക്ക് കൊടുക്കുന്നത് ഒരു ദേശത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ് ഭൂമിയിലുള്ള സിംഹാസനം. അല്ലേലിയ. ചട്ടങ്ങളും നിയമങ്ങളും നടപ്പിലാക്കുന്ന സ്ഥലമാണ്. അല്ലേലിയ. ചട്ടങ്ങളും നിയമങ്ങളും നടപ്പിലാക്കുന്ന സ്ഥലമാണ് ഭൂമിയിലെ സിംഹാസനം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാന് സ്വർഗ്ഗ ദർശനങ്ങൾ ദൈവം കാണിച്ചപ്പോൾ ആദ്യമായി പുത്രനായ യേശുക്രിസ്തു ജയം പ്രാപിച്ച് പിതാവിനോട് കൂടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണിച്ചു കൊടുത്തത്. അല്ലേലിയ. അപ്പം ഭൂമിയിൽ അനുഭവത്തിൽ സിംഹാസനം ഉള്ളപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് അല്ലേലിയ സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിനോട് കൂടി സിംഹാസനത്തിൽ ഇരിക്കുന്നത് അല്ലേലിയ കാണിച്ചു കൊടുക്കുക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ജയിക്കുന്നവന് എന്നോട് കൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ എന്ന് ആത്മാവ് സഭകളോട് പറഞ്ഞ ചെവിയുള്ളത് കേട്ട
നടക്കട്ടെ. അതേ കർത്താവ് യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തി സ്വർഗാരോഹണം ചെയ്ത് പിതാവിനോടൊപ്പം സ്വർഗസിംഹാസനത്തിരിക്കുമ്പോൾ നമ്മളിവിടെ ജയിച്ച് ജയായി പാപത്തെ ജയിച്ച് ശാപത്തെ ജയിച്ച് ലോകത്തെ ജയിച്ച് ഇവിടുത്തെ അശ്ലീലമായ ഇവിടുത്തെ എല്ലാ സാഹചര്യങ്ങളും ജയിച്ച് വിശുദ്ധിയോടെ നാം ഈ ലോകം വിട്ടു പോകുമ്പോൾ നിത്യത്തിലേക്ക് ചേരുമ്പോൾ നമ്മുടെ യേശുവിനോട് സിംഹാസനത്തിൽ ഇരിക്കുവാനുള്ള വരം ദൈവം നമുക്ക് തരിക. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നത്തിനെതിരെ ഈ സിംഹാസനം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പം വെളിപ്പാട് പുസ്തകം അല്ലേലിയ 3-ാം അധ്യായം 21-ാമത്തെ വാക്യം എന്ന് പറയും, ലവോദിക്ക സഭയുള്ളൊരു ദൂതായി പറയുന്നത്. ലവോദിക്ക സഭയുടെ ദൂതനെ എഴുതുക. അല്ലേലിയ. വിശ്വസ്തനും സത്യവാനും സാക്ഷിയുമായ ദൈവ സൃഷ്ടിയുടെ ആരംഭമായി ആമേൻ എന്നുള്ള എഴുതി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ഉഷ്ണവാനും ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അല്ലേലിയ. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവനാകിയാൽ ഞാൻ നിന്നെ എന്റെ വായിന്ന് വീണ്ടുകളയുമെന്ന് അവിടെ കാണുന്നു. ലവോദിക്ക സഭയെക്കുറിച്ച് പറയുന്നതാ. അല്ലേലേ. എന്താണ് അതിന്റെ കാര്യം? അല്ലേലിയ. കാരണം സ്തോത്രം ദൈവത്തിന് വചനം വായിക്കും, കർത്താവിനെ ഉപേക്ഷിച്ച ആ സഭ. അല്ലേലിയ. ഒന്നുകൂടെ പറഞ്ഞാൽ, കൊലോസിൽ നിന്നും പുറപ്പെടുന്ന ശീത ഉറവിൽ നിന്നുള്ള ജലസംഭരണ പദ്ധതി ലവോദിക്കയിൽ സ്ഥാപിച്ചിരുന്നു. ഉഷ്ണജലം രോഗസൗഖ്യത്തിനും അല്ലെങ്കിൽ ശീതജലം നവോന്മേഷം പകരുമായിരുന്നു. അല്ലേലിയ. ഇതോടെ ലവോദിക്ക സഭ ഒരു മന്ദോഷ്ണ സഭയാണെന്നാണ് പറയുന്നത്. ഇതുവഴി 15-16 വാക്യം പറയുന്ന കർത്താവ് വ്യക്തമാക്കുക, അക്കാലത്ത് ഹീരപ്പൊലീസിൽ നിന്നുള്ള കൊലോസിൽ നിന്ന് പുറപ്പെടുന്ന ശീത ഉറവിൽ നിന്നുള്ള ജലസംഭരണി ലവോദിക്കയെ സ്ഥാപിച്ചിരുന്നു. ഉഷ്ണജല രോഗസൗഖ്യദായകവും ശീതജലം നവോന്മേഷവും പകരുന്നു ശുദ്ധജലവുമായിരുന്നത്. അപ്പൊ എന്നാൽ രണ്ടും കൂടി കലർത്തിയപ്പോൾ എന്ത് ചെയ്തു? മന്ദോഷ്ണമായി മാറി. ആ ഇത് കുടിച്ചു കഴിഞ്ഞാൽ അത് ഛർദി ഉളവാക്കുന്നതാണ്. ഇത്തരം സ്വഭാവമുള്ളവരായിരുന്നു ലവോദിക്ക സഭ. അല്ലേലിയ. ആ ലവോദിക്ക സഭയെക്കുറിച്ച് പിന്നീട് ആ സഭ ഇല്ലാതെയായി. അല്ലേലിയ. ഇല്ലാതെയായി. സ്തോത്രം. സിറിയൻ രാജാവായ അന്തിയോക്കസ് പണിത ഈ മഹാനഗരം തന്റെ ഭാര്യയായ ലവോദിയുടെ നാമത്തിൽ വിളിക്കപ്പെട്ടു. ഇന്ന് അതിന്റെ പേര് അല്ലേലിയ സ്തോത്രം എസ്കിഹിസാർ എന്നാണ്. അല്ലേലി. അപ്പൊ ഇവിടെ നമ്മൾ ചോദിച്ചത്, നിങ്ങൾ ശീതോഷ്ണവാനായിരിക്കരുത്, ശീതവാനുമല്ല ശീതോഷ്ണവാനുമല്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് വെളിപ്പാട് പുസ്തകം 3:20 വരുമ്പോൾ കാണുന്നുണ്ട്, സ്തോത്രം, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടും കൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അല്ലേലി. അപ്പൊ നിങ്ങൾ ലവോദിക്ക സഭയെ പോലെയായി മാറാതെ, അല്ലേലിയ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കണം. ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷൻ നീക്കി ദൈവഭയത്തിൽ വിശുദ്ധത്തെ തികച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനു വേണ്ടി താങ്കൾ ഒരുക്കമുള്ളവനാണോ? എന്നെ കേൾക്കുന്ന സഹോദര നിങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ലോകത്തിന്റെ മാലിന്യങ്ങൾ പെട്ടു പോകരുത്, ലോകത്തിന്റെ കൂട്ടുകെട്ടുകളിൽ പെട്ടു പോകരുത്, ലോകക്കാരോടൊപ്പം നീ ചുറ്റിക്കറങ്ങി നടക്കരുത്, ലോകത്തിന്റെ ഇംഗിതങ്ങൾക്ക് അനുസരിച്ച് നീ പോകരുത്. നിന്നെ വിളിച്ചധികം വിശ്വസ്തനാണ്, അവൻ വിശുദ്ധനാണ്. പരമാർത്ഥ ഹൃദയത്തോടെ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ മാത്രമേ നിനക്ക് നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. രക്തനിശ്ചയം. അല്ലേ? അപ്പൊ യോഹനെ പോലെ നിങ്ങൾ നല്ലൊരു ദർശനമുള്ളവരായിരിക്കണം. അപ്പൊ ഈ സ്തോത്രം നമ്മൾ അല്ലെങ്കിൽ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ പറയുന്നത്. അവനെയാണ് പറയുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന് വിളിച്ചിരിക്കുന്നത്. ആ സിംഹാസനത്തിന് ഒരു വശത്ത് കൃപാസനവും മറുവശത്ത് ന്യായാസനവും ഉണ്ട്. അല്ലേരിയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇരിക്കുന്ന സിംഹാസനത്തിന്റെ ഒരു വശത്ത് അല്ലേരിയ സ്തോത്രം വലിയ കൃപാസനമുണ്ട്, മറുവശത്ത് ന്യായാസനവുമുണ്ട്. അതെ, നമ്മെ ന്യായം വിധിക്കുവാൻ യോഗ്യരായവൻ, സകല ജനത്തെ ന്യായം വിധിക്കുന്നവൻ യേശുക്രിസ്തു. സകല ജനത്തെ ന്യായം വിധിക്കുവാൻ യേശുക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുന്നു. അല്ലേലിയ. ന്യായവിധി നാളിൽ യോഹന്നാനെ പോലെ വിശുദ്ധിയോടെ കൂടി നിന്നവർക്ക് സ്തോത്രം, എന്റെ പിതാവിനാൽ വിളിക്കപ്പെട്ടവരി എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച
ഹല്ലേലൂയ. നമുക്ക് നിത്യതയിൽ ആ പിതാവിനോട് കൂടെ കർത്താവിനോട് സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിയും. ഇനി മത്തായിയുടെ സുവിശേഷം സ്തോത്രം 24 അധ്യായം 25 അധ്യായമൊക്കെ വായിച്ച് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത് അണ്ടഘടാകങ്ങൾക്കും അഖിലാണ്ടങ്ങൾക്കും ഉടയവരായിരുന്നവൻ, ഹല്ലേലൂയ, സകലത്തിനെ സൃഷ്ടിച്ചവൻ, സകലത്തിന്റെ സൃഷ്ടിയുടെ ആരംഭമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു സിംഹാസനം മാത്രമാണ് യഥാർത്ഥ സിംഹാസനം. ഹല്ലേലൂയ. ദൈവമക്കളായിരിക്കും നമുക്കും, അല്ലെങ്കിൽ അതൊരു കൃപാസനമാണ്. അല്ലെങ്കിൽ ദൈവമക്കളായിരിക്കും നമുക്ക് അതൊരു സിംഹാസനമാണ്, കൃപാസനമാണ്. അപ്പം ദൈവകൃപ അവിടെ നിന്നും വെളിപ്പെട്ടു വരുന്നു. അവിടെ ദൈവത്തിന്റെ കരുണയും മനസ്സിലും നിങ്ങൾക്ക് ലഭിക്കുമാകുന്നു. ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായും ഇത് കിട്ടും. അപ്പൊ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇരിക്കുന്ന സിംഹാസനത്തിൽ നിന്ന് കരുണയും സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ പകരുന്നു. എന്നാൽ ഭൂമിയിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരിൽ നിന്ന്, ഭൂമിയിലെ മതങ്ങളുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരിൽ നിന്ന് ഒരിക്കലും കരുണയും സന്തോഷവും സമാധാനവും ഒന്നും ഒഴുകിയിറങ്ങുന്നില്ല. അല്ലെങ്കിൽ അധികാരത്തിന്റെ ഭ്രാന്ത് പിടിച്ച്, അധികാരത്തിന്റെ ഭ്രാന്ത് കയറി അവരെ തന്നെ മറന്നിട്ട് ജനത്തെ ദ്രോഹിക്കുന്നവരാ. ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്രം, ഭൂമിയിലെ സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിക്കുന്ന, സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പലർക്കും അതിൽ അധികാരത്തിന്റെ ഭ്രാന്ത് കയറി കഴിഞ്ഞപ്പോൾ, അധികാരത്തിന്റെ ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച, കർത്താവായ യേശുവിന്റെ ഹൃദയ സിംഹാസനം വിട്ടുകൊടുത്ത യോഹന്നാനെ പോലെ സ്വർഗീയ ദർശനം കണ്ട അനവധി ദാസന്മാരെ കള്ള കേസിൽ അകപ്പെടുത്തി, കള്ളക്കുറ്റം ചുമത്തി, കാപ്പ ചുമത്തി, അവരുടെ മേൽ കേസെടുത്ത് ഭൂമിയിലെ സിംഹാസനത്തിൽ ഇരുന്നവരെല്ലാം അനവധി ദൈവമക്കളെ, ദൈവദാസന്മാരെ, ക്രൈസ്തവരെ ജയിലിൽ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അപ്പം ഭൂമിയിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നവർക്ക് യാതൊരു കരുണയുമില്ലെന്നേ, യാതൊരു ദയയില്ല, അവർക്കൊരു മനസ്സിലുമില്ല. സുവിശേഷം വിളിച്ചു പറയുന്ന, ദൈവത്തിനും വിളിച്ചു പറയുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, നിത്യതയെക്കുറിച്ച് പറയുന്ന, രക്ഷയെക്കുറിച്ച് പറയുന്ന, മാനസാന്തരത്തെക്കുറിച്ച് പറയുന്ന, യേശുവിനെ കുറിച്ച് പറയുന്ന, ജീവിതത്തിൽ സമാധാനത്തിന് സന്തോഷം തരുന്ന, ദയുള്ള, മഹാദയുള്ള, ദീർഘക്ഷമയുള്ള, സ്നേഹം തരുന്ന യേശുവിനെ കുറിച്ച് വിളിച്ചു പറയുന്ന ദാസന്മാരെ ലോകത്തിന് സിംഹാസനങ്ങൾ ഇരിക്കുന്നവർ ജയിലിലടച്ചിരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ സിംഹാസനത്തിൽ ഒരിക്കലും നമുക്ക് ദൈവം കരുണയൊന്നും കിട്ടത്തില്ല കേട്ടോ. എന്നാൽ സ്വർഗസിംഹാസനത്തിലിരിക്കുന്നവരിൽ നിന്ന്, സ്വർഗസിംഹാസനത്തിലിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്നതാണ് സമാധാനം, സന്തോഷം, സ്നേഹം, കരുണ, അതെല്ലാം ദൈവം നമുക്ക് തരുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ യേശുക്രിസ്തു മാത്രം, വിശ്വസിക്കാൻ കഴിയുന്നവൻ യേശു മാത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ശ്രോതാവേ, ലോകത്തിന്റെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കാതെ, യോഹന്നാൻ കണ്ടതുപോലെ സ്വർഗത്തിൽ സിംഹാസനം വെച്ചിരിക്കുന്നു, സിംഹാസനം ഇരിക്കുന്നു ഞാൻ കണ്ടെന്ന് യോഹന്നാൻ പറഞ്ഞതുപോലെ, അതെ സ്തോത്രം, സ്വർഗീയ സിംഹാസനത്തെ കുറിച്ച് ദർശനം നിനക്കുണ്ടാകണം. സ്വർഗസിംഹാസനത്തെ കുറിച്ചാണ് നമുക്കൊരു ദർശനം ആവശ്യം. അല്ലെങ്കിൽ അപ്പൊ ഭൂമിയിലെ സിംഹാസനത്തിൽ ഇരിക്കുന്ന കൽപ്പന പുറപ്പെടുവിക്കുക, ആജ്ഞ പുറപ്പെടുവിക്കുന്നവരാ. അവർ കൽപ്പന പുറപ്പെടുവിക്കുക, ആജ്ഞ പുറപ്പെടുവിക്കുക. എന്തിനും വാളും വടിവെടുത്ത്, ആയുധങ്ങളെടുത്ത്, ഹല്ലേലൂയ, മനുഷ്യനെ ചുട്ടരിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള സന്നാഹങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ടാണ് ഭൂമിയിലെ എല്ലാ സിംഹാസനങ്ങളിലും ജനം ഇരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ കാരണം എന്താ? പാപത്തിൽ നിറയപ്പെട്ട്, ശാപത്തിൽ നിറയപ്പെട്ട്, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, കണ്ണുനീരിന്റെ നടിയിലൂടെ, കഷ്ടതയുടെ നടിയിലൂടെ, നിരാശയുടെ ശാപത്തിലൂടെ കടന്നുപോകുന്ന അനേക കുടുംബങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ട് മരിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന, കടക്കണിയിൽ അകപ്പെട്ടിരിക്കുന്ന, ആപത്തിൽ വീണുകിടക്കുന്ന, മഹാവ്യാധിയിൽ വീണുകിടക്കുന്ന, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ മാരക രോഗങ്ങൾക്ക് അധീനരായി നാളുകളായി കിടപ്പിലായിരിക്കുന്ന, എല്ലാവരെയും തള്ളപ്പെട്ട് ആരോരും ഇല്ലാതെ കിടക്കുന്ന അനവധി ആളുകൾക്ക് സ്തോത്രം, നന്മ നൽകുവാൻ, അനുഗ്രഹം പകരുവാൻ, അവരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, ദൈവരാജ്യത്തിനെ മക്കളാക്കി മാറ്റുവാൻ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് സ്വർഗസിംഹാസനത്തിൽ നമ്മുടെ കർത്താവ് ഇരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, സ്വർഗസിംഹാസനത്തിലിരിക്കുന്ന സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനായവൻ,
യേശു അവൻ നമുക്ക് നൽകുന്നത് രക്ഷയാ, അവൻ നമുക്ക് നൽകാൻ വീണ്ടെടുപ്പാ, അവൻ നമുക്ക് നൽകുന്ന മാനസാന്തരമാ. ഹല്ലേലൂയ. ആമേൻ. യേശു നമുക്ക് നൽകുന്ന നിത്യജീവനാണ്, സ്വർഗമാണ് നൽകുന്ന, സ്വർഗീയ പർദീസയാണ്. ലോകത്തിന് തരാൻ കഴിയത്തില്ല ഇതൊക്കെ. ആമേൻ. ലോകത്തിന് സിംഹാസനം ഇരിക്കുമെന്നവർക്ക് ഇതൊന്നും തരാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹസ്രോതാവേ, നിന്റെ ആത്മരക്ഷ ആമേൻ സ്വർഗ സിംഹാസനത്തിരിക്കുന്ന യേശു ക്രിസ്തുവിൽ മാത്രമാണ്. ഒരു മനുഷ്യന്റെ രക്ഷ എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ മാനസാന്തരം എന്ന് പറയുന്നത്, പാപത്തിന് പരിഹാരം എന്ന് പറയുന്നത് ഉലകം ചുറ്റി നടന്നുകൊണ്ടോ, തീർത്ഥാടനങ്ങൾ നടന്നുകൊണ്ടോ, മലകൾ കയറിയിറങ്ങിക്കൊണ്ടോ, നേർച്ച കാഴ്ചകൾ നടത്തിയതുകൊണ്ടോ, കുരിശുകൾ ചുമന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട്, ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ടോ, മുറിവേൽപ്പിച്ചത് കൊണ്ടോ, നിങ്ങൾ തപസ് ചെയ്തത് കൊണ്ടോ, നിങ്ങൾ വ്രതം എടുത്തത് കൊണ്ടൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഭൂമിയിൽ നിന്ന് രക്ഷ കിട്ടത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗമഹിമകൾ വിടിഞ്ഞി താണ ഭൂമിയിലേക്ക് വന്ന് മാനകുലത്തിന്റെ മുഴുവൻ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി കാരിരുമ്പാണികളാൽ തറയപ്പെട്ടവൻ. ഹല്ലേലൂയ. തന്റെ കൈകാലുകൾ കാരിരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ടു. തന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി, അല്ലെങ്കിൽ തന്റെ വിരാപ്പുറം കുത്തിയിറക്കി, പടയാളികൾ മാറി മാറി ചാട്ടവാറ് കൊണ്ടടിച്ച് തന്റെ ശരീരം ഉഴവുചാല് പോലെ കീറി. ഹല്ലേലൂയ. കണ്ടാലാണല്ല എന്ന് തോന്നുമാറ് നമ്മുടെ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച് യേശു ഭൂമിയിൽ ആ യേശു ക്രിസ്തു അവന്റെ വിലാപ്പുറം കുത്തിത്തൊണ്ട് ക്രൂശിൽ നിറക്കി. ഹല്ലേലൂയ. അരിമത്തിക്കാനായിരിക്കുന്ന യോസേപ്പിന്റെ കല്ലറയിൽ അടക്കി. 3-ാം നാൾ യേശു അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് ആമേൻ. ഹല്ലേലൂയ. മഗ്ദലക്കാരത്തി മറിയയ്ക്കും എമ്മൂസിലെ ശിഷ്യന്മാർക്കും 11 പേർക്കും 500-ലധികം പേർക്കും പ്രത്യക്ഷമായി 40 നാളുകൾ ആമേൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് സിംഹാസനത്തിലിരിക്കുന്നു. അപ്പം ഭൂമിയിൽ ക്രൂശിൽ കഷ്ടം സഹിച്ച് കിടന്ന കർത്താവ്, ഭൂമിയിലെ ക്രൂശിൽ കഷ്ടം സഹിച്ച കർത്താവ്, ക്രൂശിലേക്ക് നിങ്ങൾ നോക്കിയാട്ട് അവന്റെ തലയിൽ മുൾക്കിരീടമുണ്ട്, അവരുടെ കൈകളിലേക്ക് നോക്കിയാട്ട് കാര്യനും പാണിയുണ്ട്, അവരുടെ കാലിലേക്ക് നോക്കിയാട്ട് കാര്യനും പാണിയുണ്ട്, അവന്റെ വിലാപ്പുറത്തേക്ക് നോക്കി കുത്തി തുറന്നിട്ടുണ്ട്, അവന്റെ ശരീരമാസകളെ നോക്ക്, അല്ലെങ്കിൽ ഉടവുചാരം പോലെ കീറിയിരിക്കുക, ചാട്ടവാറ കൊണ്ട് അടിച്ച് അവന്റെ മുഖത്തോത്തേക്ക് തുപ്പലുണ്ട്, അവനെ കളയെന്ന് ബേൽസവൻ അവൻ ചതിയെന്ന് കുലപാതകമൊക്കെ വിളിച്ചാക്ഷേപിച്ച ആ ഒരു അനുഭവം ഉണ്ട് യേശുവിനെ നിങ്ങൾ ക്രൂശിലോട്ട് നോക്കിയാൽ. എന്നാൽ യോഹന്നാനിൽ കണ്ട ദർശനം നിങ്ങൾ നോക്കിയാട്ട്, യോഹന്നാൻ ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ സിംഹാസനം വെച്ചിരിക്കുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നതും കണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനായവൻ. കണ്ടോ, ഭൂമിയിലെ അനുഭവം മാറി. കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ആ കാര്യനിർവ്വഹിയാൽ ആ യാഗം ഏറ്റെടുത്തവൻ, ആ യാഗമരണം വരിച്ചവൻ ഇപ്പം കണ്ടോ സ്വർഗത്തിലിരിക്കുന്ന മഹത്വം. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, യേശുവിനെ പോലെ മറ്റാരും ഭൂമിയിലില്ല, യേശുവിനെ പോലെ ഈ ലോകത്തിലാരുമില്ല, യേശുവിനെ പോലെ സ്നേഹിക്കാൻ മറ്റാരുമില്ല. യേശു തരുന്ന പോലെ രക്ഷയാരും തരത്തില്ല, യേശു തരുന്ന സ്നേഹം ആരും തരത്തില്ല. യേശു 10,000ങ്ങളിൽ സുന്ദരനാണ്, ആത്മരക്ഷകനാണ്, അല്ലേ നമ്മുടെ മണവാളനാണ്. ഹല്ലേലൂയ. അത് അവൻ വരാൻ സമയമായി തന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരൻ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നീ കർത്താവായ യേശു ക്രിസ്തു വന്ന് മധ്യാകാശത്ത് വന്നാൽ നീ അവനോട് കൂടി എടുക്കപ്പെടുമോ? രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നിനക്ക് അവസാന നിമിഷം ദൈവം തരികയാണ്. ഇന്ന് പകൽ നീ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാമിതമായി സ്വീകരിച്ച് പാപങ്ങളെ നീ ഏറ്റു പറയുന്നെങ്കിൽ, ഹല്ലേലൂയ, ആ സ്വർഗസിംഹാസനത്തിൽ ഹല്ലേലൂയ ഇരിക്കുന്ന യേശുവിനോട് കൂടെ നീയും ഹല്ലേലൂയ ഇരിക്കുന്നിടത്ത് നീ എത്തിച്ചേരും. ഹല്ലേലൂയ. അതോടെ ശുദ്ധീകരണം ആവശ്യമാണ്, മാനസാന്തരം ആവശ്യമാണ്. മാനസാന്തരപ്പെടുന്നവന് മാത്രമേ ആമേൻ ദൈവരാജ്യത്തിന് ദർശനം കിട്ടത്തുള്ളൂ. മാനസാന്തരപ്പെടുന്നതിന് മാത്രമേ ദൈവരാജ്യ ദർശനം കിട്ടുള്ളൂ. അപ്പൊ ക്രൂശിൽ നമ്മൾ കർത്താവിനെ നോക്കിയാൽ നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ചവരാ. എന്നാൽ പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന യോഹന്നാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ കണ്ടത് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനായവനാ. ഹല്ലേലൂയ. അതെ, യേശുവിനെ നിന്റെ ആത്മരക്ഷകനായി സ്വീകരിക്കണം. ആമേൻ. പാപത്തിൽ വീണ, മദ്യത്തിൽ വീണ, മയക്കുമരുന്ന് അടിമയായി ഈ ലോകത്തിന്റെ ശാപത്തിൽ ചെളിക്കുഴിയിൽ വീണ് കിടക്കുന്ന, ഈ ലോകത്തിന്റെ അശ്ലീലമായ ജീവിത ദിവ്യാഗ്രഹത്തിൽ വീണ് കിടക്കുന്ന, രാഷ്ട്രീയത്തിലും ഇവിടുത്തെ മതങ്ങൾക്കും തീവ്രവാദ ഭീകരവാദ വർഗീയതയിൽ വീണ് കിടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ വിഷം തുപ്പുന്ന നിന്റെ ജീവിതം എന്ന് പറയുന്നത് ആമേൻ നിത്യ നരകത്തിലേക്ക് പോകുവാനുള്ളതാ, നിത്യ നരകത്തിനുള്ളതാണ്. എന്നാൽ നിന്റെ ആ ജീവിതത്തെ മാറ്റിയെടുക്കാൻ, ജീവിതത്തെ ക്രമീകരിച്ച് നീ നിത്യ നരകത്തിലേക്ക്
നരകത്തിലേക്ക് പോകാതെ നീ എത്ര വലിയ പാപിയായിരുന്നാലും നിന്റെ പാപത്തിന് പരിഹാരം തന്ന് ആ സ്വർഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ സ്വർഗീയ അനുഭവത്തെ തരാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ കേട്ടോ. യേശുവിനെ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് കൃപാസനത്തിൽ നിന്നും യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മഹാപുരോഹിതനായി നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പാപക്ഷമ നിങ്ങൾക്ക് തരികയാണ്. ആകയാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എഴുതുന്നത്, അല്ലെങ്കിൽ കാണുന്നത് ഇബ്രാഹിം ലേഖനം 4-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അല്ലുരിയ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അല്ലുരിയ അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ അവന്റെ കൃപാസനത്തിലേക്ക് അടുത്ത് വരികയാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് അല്ലെങ്കിൽ കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കരുണ ലഭിപ്പാനും അല്ലെങ്കിൽ സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം അവന്റെ കൃപാസനത്തിലേക്ക് അടുത്ത് വരണം. അല്ലേ? അപ്പൊ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപാസനത്തിൽ നിന്ന് മാത്രമേ, ആ സിംഹാസനത്തിൽ മാത്രമേ നമുക്ക് കരുണ ലഭിക്കത്തുള്ളൂ, കൃപ ലഭിക്കത്തുള്ളൂ. അല്ലേറിയ അതാണ് പറയുന്നത്, തത്സമയത്ത് സഹായത്തിലുള്ള കൃപ എന്ന് പറയുന്നതിനാൽ ആവശ്യാനുസരണമാണത്. ഈ കൃപ പ്രാപിക്കേണ്ടത് തക്ക സമയത്തല്ലാതെ അതിന് മുമ്പോ പിമ്പോ ആ കൃപ ലഭിക്കത്തില്ല. പഴയ നിയമകാലത്ത് മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ മാത്രമാണ് ആ അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിൽ ചെല്ലുവാൻ അധികാരമുണ്ടായിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പുതിയ നിയമസഭയിലെ വിശ്വാസികൾക്ക്, വിശുദ്ധന്മാർ, അവർ ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗമാണ്. അവർക്ക് ഏത് സമയത്ത് കൃപാസനത്തിലേക്ക് ചെല്ലാം. അല്ലേ? അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ ലോക ജീവിതം വിട്ട് നീ കൃപാസനത്തിലേക്ക് വാ. യേശുവിന്റെ കൃപാസനത്തിലേക്ക് പോവാ. മനുഷ്യനാ നിർമ്മിക്കപ്പെട്ട കൃപാസനത്തിലേക്ക് നീ പോകാതെ ദൈവത്താൽ അല്ലുയ വീണ്ടെടുക്കപ്പെട്ടുകൊണ്ട് നിത്യജീവന്റെ അവകാശിയെ നിന്റെ ഹൃദയ സിംഹാസനം യേശുവിന് കൊടുത്തുകൊണ്ട് സ്വർഗത്തിലെ സിംഹാസനം ഇരിക്കുന്നവന് വസിപ്പാൻ നിന്റെ ഹൃദയ സിംഹാസനം വിട്ടുകൊടുക്കുക. ഈശ്വരോ, അങ്ങനെ ചെയ്താൽ നീയും നിന്റെ കുടുംബവും നല്ലൊരു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. വ്യക്തിപരമാണ് കേട്ടോ ഓരോരുത്തരും ഹൃദയം ദൈവത്തിന് കൊടുക്കേണ്ടത്. അല്ലേ? അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ഈ ഭൂമി ജീവിക്കുന്ന നിങ്ങൾ ജീവിക്കുന്ന നാളെല്ലാം കർത്താവിന്റെ കൃപാസനത്തിൽ നിന്നും നിങ്ങൾക്ക് കൃപകൾ കിട്ടണമെങ്കിൽ ഈ ലോകത്തിന്റെ ഓട്ടം അവസാനിപ്പിച്ച ശേഷം ജയം പ്രാപിപ്പാൻ, കൃപ പ്രാപിക്കാനുമായി നിങ്ങൾ കർത്താവിന്റെ സിംഹാസനത്തിലേക്ക് വരണം. ഈ സിംഹാസനത്തിൽ നിങ്ങൾക്ക് കൃപ പ്രാപിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ ഓട്ടം, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ലോകത്തിന്റെ ഇങ്ങനെ ഓട്ടം നിർത്തിയിട്ട് നീ വരണം. അധികാരങ്ങൾ, സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് നീ വരണമെന്ന് ഒരു സൗമ്യനായി, താഴ്മയുള്ളവനായി, അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നവളായി, മറ്റുള്ളവരെ കാണുവാൻ കണ്ണുള്ളവനായി നീ താഴ്മയോടെ ദൈവത്തിലേക്ക് വരുമ്പോൾ അല്ലേ സ്വർഗ സിംഹാസനത്തിൽ അല്ലേ പുത്രനായ യേശുവിനോട് കൂടെ ഇരിക്കുമുള്ള വരം ദൈവം നിങ്ങൾക്ക് തരും. അല്ലേ? അവിടെ ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. ഞാൻ കർത്താവ് പറയാണ്, ഞാൻ ചെയ്യിച്ച് എന്റെ പിതാവിന്റെ സിംഹാസനം തീരുന്നത് പോലെ സ്തോത്രം എന്ന് കർത്താവ് പറയുക. അല്ലേ? അത് എന്നെ നിങ്ങളും ചെയ്യിച്ച് നിങ്ങൾ പിതാവ് യേശു കർത്താവിനോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കണം. അല്ലേ? ക്രിസ്തുയേശുവിനെ അവരോട് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തതെന്ന് എഫെസ്യർ 2:7 വായിക്കുന്നുണ്ട്. അത് ഈ ലോകത്തിന്റെ പാപങ്ങളെ വിടണം കേട്ടോ. ലോകത്തിന്റെ പാപങ്ങളെ വിട്ട്, ലോകമോഹങ്ങളെ വിട്ട് നമുക്ക് യേശുവിനെ കൂടാം. അല്ലെങ്കിൽ ഞാൻ വായിച്ച ഭാഗത്തേക്ക് വരട്ടെ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളാണ് വായിച്ചത്. അനന്തരം സ്വർഗത്തിൽ വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് കേട്ടു. ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ള ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ സിംഹാസനം വെച്ചിരിക്കുന്ന സിംഹാസനത്തിൽ ഒരു ഇരിക്കുന്നത് കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോട് പന്നരാഗത്തോട് സദൃശൻ. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരകത്തോട് സദൃശമായ മഴവില്ല്. അതെ, നമ്മുടെ കർത്താവിന്റെ മഹിമ എത്ര വലുതാ! യേശുവിന്റെ മഹിമ എത്ര വലുതാണ്! ഹല്ലേലൂയ! യേശുവിന്റെ സിംഹാസനം എത്ര വലുതാണ്! അത് നിന്റെ കർത്താവ് ക്ഷണിക്കുക. ലോകത്തെ വിട്ടുവാ. എന്റെ കേൾക്കുന്ന മാതാപിതാ കണ്ണുകളടച്ചാട്ട് നിന്റെ പാപജീവിതം വിട്ട്, ലോകജീവിതം വിട്ട് യേശുവിന്റെ നിന്റെ ഹൃദയം ഇപ്പോൾ നീ സമർപ്പിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ ശാപങ്ങളും മാറി, നിന്ദകളും മാറി ദൈവം നിന്നെ മാനിച്ച് അനുഗ്രഹിക്കും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ വചനം കേൾക്കുന്ന കേരളത്തിൽ, ഭാരത ലോക രാജ്യങ്ങൾ 800 കോടി ജനങ്ങൾ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളെ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്യമാർ,
പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികളെ, ട്രൈബൽ മേഖലയിക്കുന്ന സകല ജനത്തെയും, കർത്താവ് അധികാരികളെ, ശൈശവത്തിലും ബാല്യം, കൗമാരം, യൗവനത്തിലും വാർദ്ധക്യം, വൃദ്ധാശ്രമ യാചകർ, ഓർഫനേജ്, റോട്ടറി, തടവറയിലായിരിക്കും ജനത്തിനായി, കർത്താവ് സ്തോത്രം, കരസേന, വ്യോമസേന, സന്നിധിക്കാരെ, അതിർത്തികളാക്കുന്ന BSC ആർമിയുടെ സൈന്യത്തിനായി, കർത്താവ് ക്രമസമാധാന പാലം, നിയമ നിർമ്മാണ രംഗം തീർക്കുന്നവർ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ, പോലീസിന്, ജുഡീഷ്യൽ വിഭാഗങ്ങളെ, സഹകരണമേലും പുതുമ, രാജ്യവുമേ, സാമ്പത്തികമേലും ബാങ്കിങ് മേഖലയായിരിക്കുന്ന എല്ലാവരും, മത, സാമൂഹിക, സാംസ്കാരിക, ചരിത്ര, മാധ്യമ, മീഡിയ രംഗം, സയൻസ്, എഞ്ചിനീയർമാർ, കർത്താവ് സ്തോത്രം എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ കർത്താവ് വർദ്ധിയിൽ അകപ്പെട്ട് കിടക്കുന്നവർ, നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് പരീക്ഷിക്കപ്പെട്ട ത്യാഗത്തിൽ മഹാവ്യാധിയാൽ വരയുന്നവർ, സ്തോത്രം കടക്കണിയാൽ ഭാരപ്പെടുന്നവർ, പ്രതിസന്ധി ഭാരം അനുഭവിക്കുന്നവർ, കർത്താവ് സ്തോത്രം കടലൂരെ വാസ തീരവശ മത്സ്യത്തിനെ കടന്നുപോയി കനികളും കമ്പനി ഫാക്ടറി ജോലി ചെയ്യുന്നവർ, ക്ഷീരമേഖലയും കാർഷിക മേഖലയിലും കൺസ്ട്രക്ഷൻ മെക്കാനിക് മോട്ടോർ യൂണിയനകത്ത് നയിക്കുന്നത് എല്ലാ ഡ്രൈവേഴ്സിനെയും വാഹനം സെയിൽസ് ചെയ്യുന്നവരെ എല്ലാം ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവി, ലോകത്തിൽ പാപത്തിൽ ശാപത്തിൽ വീണ് സമാധാനമില്ലാതെ ഉരുക്കുന്ന അനവധി ആളുകൾ കേരളത്തിനും ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ കഷ്ടതഹിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവെ ക്രിമിനൽ പശ്ചാത്തലത്തിൽ കഴിയുന്നവർ, കുടുക്കിൽ വീണ് കിടക്കുന്നവർ, മാനസികമായി തകർന്നിരിക്കുന്നവർ, ആത്മഹത്യ വക്തിലിരിക്കുന്നവർ, കുടുംബജീവിതം നഷ്ടപ്പെട്ട് ചിഹ്നകാന്യമായ വിദേശത്ത് മണ്ണിലായി കഷ്ടത്തായി നാട്ടിൽ കിടന്നവർ, ഭാരപ്പെടുന്നു കടക്കണിയാൽ ഭാരബന്ധപ്പെടുന്നവർ, കർത്താവ് വിവിധ നിലകളിൽ കഷ്ടം സഹിക്കുന്ന സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ശാപത്തിനും പാപത്തിനും രോഗത്തിന് വിടിവിക്കപ്പെടട്ടെ. കർത്താവ് ലോകത്തിന് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന പിന്നാലെ പോയി മടുത്തുപോ പതറിപ്പോ നശിച്ചു പോകാതെ ഈ ജനം മടങ്ങി വന്ന് കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി അവിടെ ഹൃദയ സിംഹാസനം ഒരുക്കി സിംഹാസനത്തിലിരിക്കുന്ന സൂര്യകാന്തത്തോടും പത്മനാഭത്തോടും സദൃശനായിരിക്കുന്ന യേശുവിന്റെ ഹൃദയം വിട്ടുകൊടുക്കുവാൻ ഈ ജനത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മുഖത്തും എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.